അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കളായ പ്രവാസി മലയാളികൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി US ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കീഴിലുള്ള ഇമിഗ്രേഷൻ ഏജൻസി രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ സ്റ്റുഡന്റ് വിസ നിയമങ്ങളിലെ സുപ്രധാന തൊഴിൽ ആനുകൂല്യമായ കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ദുരുപയോഗം ചെയ്യുന്ന കോളേജുകൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ US വിസ ബോർഡറും സെവിക്സ് ഏജൻസിയും ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. US യൂണിവേഴ്സിറ്റികൾ വഴി F1 വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന CPT വർക്ക് പെർമിറ്റുകളിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 12-ന് ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വഴി ഇമിഗ്രേഷൻ ഏജൻസി എല്ലാ കോളേജുകൾക്കും ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഓഫീസർമാർക്കും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പഠനത്തോടൊപ്പം CPT ഉപയോഗിച്ച് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെയും Day 1 CPT കോഴ്സുകളിൽ ചേർന്നിട്ടുള്ള പ്രവാസികളുടെയും വിസ സ്റ്റേറ്റസിനെ ഈ പുതിയ നീക്കം എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് F1 വിസയിലുള്ള ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്ക് തങ്ങളുടെ പ്രധാന പഠന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതും കോഴ്സിന്റെ പാഠ്യപദ്ധതിക്ക് നിർബന്ധമായും ആവശ്യമായതുമായ തൊഴിൽ പരിശീലനങ്ങൾക്കായി നൽകുന്ന പ്രത്യേക പ്രവേശന അനുമതിയാണ് കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അഥവാ CPT. സാധാരണഗതിയിൽ USCISന്റെ പ്രത്യേക വർക്ക് പെർമിറ്റിന്റെയോ EAD കാർഡിന്റെയോ ആവശ്യമില്ലാതെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽ വഴി ഫോം I-20യിൽ ഇത് അനുവദിച്ചു നൽകാൻ സാധിക്കും. എന്നാൽ ഈ നിയമത്തിലെ ഇളവുകൾ ദുരുപയോഗം ചെയ്ത് അക്കാദമിക് ആവശ്യങ്ങളല്ലാതെ കേവലം ജോലി ചെയ്യാനും അമേരിക്കയിൽ തുടരാനുമുള്ള ഒരു കുറുക്കു വഴിയായി പല സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും CPTയെ മാറ്റുന്നു എന്നാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICEയുടെ വിലയിരുത്തൽ. US ഇമിഗ്രേഷൻ അയച്ച ഔദ്യോഗിക സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ അനിവാര്യമായി ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കാൻ അത്യന്താപേക്ഷിതമല്ലാത്ത തൊഴിലുകൾക്ക് CPT നൽകുന്നത് ഫെഡറൽ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നാണ്. ഓരോ തവണ ഫോം I-20യിൽ CPT ഒപ്പുവെക്കുമ്പോഴും വിദ്യാർത്ഥി ചെയ്യുന്നത് യഥാർത്ഥ അക്കാദമിക് പരിശീലനമാണെന്ന് DSOമാർ സത്യവാങ്മൂലം നൽകുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റികൾ CPT നിയമവിരുദ്ധമായി അനുവദിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ അവരിൽ നിന്നും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള SCVP സർട്ടിഫിക്കേഷൻ തൽക്ഷണം റദ്ദാക്കപ്പെടും. സർട്ടിഫിക്കേഷൻ നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും I-20 റദ്ദാക്കപ്പെടുകയും അവർക്ക് അമേരിക്ക വിടേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിലേക്ക് അടിയന്തരമായി പ്രവേശനം മാറ്റി ട്രാൻസ്ഫർ ആക്കേണ്ടി വരികയോ ചെയ്യും. കൂടാതെ ഇത്തരം സംഭവങ്ങൾ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷന് കൈമാറി ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഇമിഗ്രേഷൻ വകുപ്പ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പുതിയ പരിശോധന ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് Day 1 CPT പ്രോഗ്രാമുകളിൽ ചേർന്ന് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെയും H-1B വിസ ലോട്ടറി ലഭിക്കാത്തതിനെ തുടർന്ന് CPT കോളേജുകളിലേക്ക് മാറിയ പ്രവാസി ജീവനക്കാരെയുമാണ്. പഠനം തുടങ്ങിയ ഒന്നാം ദിവസം മുതൽ ഫുൾ ടൈം ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന ചില ചെറിയ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമുകളിൽ പലതും ഫെഡറൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്ന് US ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ പരിശോധനയിൽ ഒരു വിദ്യാർത്ഥിയുടെ CPT നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്കൂളിന് മാത്രമല്ല വിദ്യാർത്ഥിക്കും ഉണ്ടാകും. ഇത്തരത്തിലുള്ള CPT വഴി ചെയ്ത ജോലികളെല്ലാം അനധികൃത തൊഴിലായി ഇമിഗ്രേഷൻ ഏജൻസികൾ വിലയിരുത്തും. അൺഓതറൈസ്ഡ് എംപ്ലോയ്മെന്റ് നടന്നു എന്ന് തെളിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ നിലവിലെ F1 സ്റ്റേറ്റസ് ഉടനടി റദ്ദാക്കപ്പെടും. മാത്രവുമല്ല ഭാവിയിൽ അവർ സമർപ്പിക്കുന്ന H-1B വിസകൾ, H-4 വിസ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്നിവയെല്ലാം പൂർണ്ണമായി നിരസിക്കപ്പെടാനും US-ൽ നിന്നും നാടുകടത്തപ്പെടാനും ഇത് കാരണമാക്കും. അതുകൊണ്ട് അമേരിക്കയിൽ CPT അനുമതിയോടെ ജോലി ചെയ്യുന്ന എല്ലാ മലയാളി വിദ്യാർത്ഥികളും പ്രവാസി കുടുംബങ്ങളും താഴെ പറയുന്ന പ്രധാന സുരക്ഷാ മുൻകരുതലുകൾ അടിയന്തരമായി സ്വീകരിക്കണം. ഒന്നാമതായി, നിങ്ങൾ ചെയ്യുന്ന CPT ജോലി നിങ്ങളുടെ ഡിഗ്രിക്ക് നിർബന്ധമായും ആവശ്യമാണെന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സിലബസ് വഴി ഉറപ്പുവരുത്തുക. കേവലം വരുമാനത്തിനു വേണ്ടിയുള്ള ഒരു ജോലിയായി ഇതിനെ കാണരുത്. രണ്ടാമതായി, CPT അനുവദിച്ച I-20 രേഖകൾ, ജോലി ചെയ്യുന്ന സ്ഥാപനവുമായുള്ള ഔദ്യോഗിക ഓഫർ ലെറ്റർ, തൊഴിൽ വിവരങ്ങളും ഗ്രേഡുകളും നൽകുന്ന കോഴ്സ് രേഖകൾ എന്നിവ എപ്പോഴും കൃത്യമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. മൂന്നാമതായി, H-1B ലോട്ടറി ലഭിക്കാത്തത് കൊണ്ട് മാത്രം Day 1 CPT യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി അക്കാദമിക് അംഗീകാരമുണ്ടെന്നും അവ SCVP മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്നും ഒരു ഇമിഗ്രേഷൻ അറ്റോർണി വഴി പരിശോധിച്ച് ഉറപ്പാക്കുക. അമേരിക്കൻ വിസ പോളിസിയിലും ഇമിഗ്രേഷൻ പരിശോധനകളിലും വരുന്ന ഇത്തരം കടുത്ത മാറ്റങ്ങൾ പ്രവാസി മലയാളികൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം.
ഇമിഗ്രേഷൻ രേഖകളിലെ ചെറിയൊരു അശ്രദ്ധ പോലും കുട്ടികളുടെ ഉപരിപഠന സ്വപ്നങ്ങളെയും ഭാവി അമേരിക്കൻ കരിയറിനെയും ബാധിക്കാം. കൂടാതെ യൂണിവേഴ്സിറ്റി മാറുന്ന ഘട്ടത്തിലും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും അക്കാദമിക് കോഴ്സ് വർക്കുകളും CPT ജോലിയും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. CPT അനുമതിയോടെ ജോലി ചെയ്യുമ്പോൾ ഓഫീസ് സമയവും സ്റ്റഡി അവറുകളും കൃത്യമായി പാലിക്കുകയും അക്കാദമിക് ഗ്രേഡുകൾ നിലനിർത്തുകയും വേണം. അനാവശ്യമായി പഠനം നീട്ടിക്കൊണ്ടുപോകുന്നതിനായി മാത്രം CPT ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ഇടയാക്കും. ഏതൊരു വിസ മാറ്റത്തിനും മുൻപ് യോഗ്യനായ ഇമിഗ്രേഷൻ അറ്റോർണിയുടെയും സർവകലാശാല അന്താരാഷ്ട്ര വിഭാഗത്തിന്റെയും ഔദ്യോഗിക ഉപദേശം തേടുക.